ഹായ് ഹെൽഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇസ് ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന നാളത്തെ ഇംഗ്ലീഷ് എക്സാമിന് ഏതൊക്കെ സംഭവങ്ങളാണ് പഠിച്ചിരിക്കുന്നത്, എന്തൊക്കെ പഠിച്ചാലാണ് നമുക്ക് പെട്ടെന്ന് മാർക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. കുറേ പേര് ചോദിച്ചിരുന്നു എന്തൊക്കെ പഠിച്ചാലാണ് നമുക്ക് മാർക്ക് അങ്ങനെ കയറുന്നില്ല, എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോൾ അതിനുള്ള ഒരൊറ്റ സൊല്യൂഷനാണ്. അതിന് മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എസെൻഷ്യൽ ഫോക്കസ് പോയിന്റ്സ് ഫോർ ഫുൾ മാർക്സ്. അപ്പൊ എന്തൊക്കെ പഠിച്ചാലാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്നത്, ഏതൊക്കെയാണ് ഫോക്കസ് ആയിട്ടുള്ള പോയിന്റ്സ് എന്നാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ചാപ്റ്റർ നെയിം ആൻഡ് ഓതർ നെയിം അത് പഠിച്ചു വെക്കുക. അതായത് ചാപ്റ്റർ നെയിം ആയാലും ഓതേഴ്സ് ആയാലും അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ബ്രീഫ് സമ്മറി പഠിച്ചു വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കീ തീംസ് ആൻഡ് മെസ്സേജസ്. അപ്പോൾ നമുക്ക് ചില ടോപ്പിക്കിൽ ഇപ്പോൾ ഓൾമാനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു കീ തീം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു എല്ലാ ആശ്ചര്യത്തോടു കൂടിയുള്ള ആ ഒരു വിങ്സ് തന്നെയായിരുന്നു അല്ലേ. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു കീ തീംസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൻട്രൽ തീംസ്, അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററും നമുക്ക് എന്ത് മെസ്സേജസ് ആണ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ അവിടെ എഴുതി വെക്കേണ്ടത്. പിന്നെ ക്യാരക്ടർ സ്കെച്ചസ്. ഇപ്പോൾ ഓരോ ക്യാരക്ടർ ആയാലും അതിന് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം. അതായത് ഇപ്പോൾ ഓൾഡ് മാൻ ആണെന്നുണ്ടെങ്കിൽ ആളുടെ ക്യാരക്ടർ എന്താണ്, ഓൾഡ്, ലുക്സ് ഫ്രെയിൽ ആൻഡ് ടയേഴ്സ്, സൈലന്റ് ആൻഡ് പേഷ്യന്റ് എന്നൊക്കെ നമുക്ക് പറഞ്ഞാൽ എഴുതി കൊടുക്കാമല്ലോ. അതൊക്കെ നമ്മളൊന്ന് പഠിച്ചു വയ്ക്കുക. അവരുടെ റോൾ എന്തായിരുന്നു ആ സ്റ്റോറിയിൽ എന്നുള്ളത് എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ആൻഡ് കോഡ്സ്. അപ്പോൾ ചില കീ പോയിന്റ്സ് ഉണ്ടാവും. ആ ഓരോ ടെസ്റ്റിലായാലും നമ്മൾ തന്നെ നോട്ട് പഠിക്കാൻ നേരത്തായാലും ഓരോ ലൈൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസ് അല്ലെങ്കിൽ കോഡ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അത് ഇടയിൽ ഒന്ന് എഴുതി കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് അത് എന്താണ് സംഭവം, അതിന് വളരെ നല്ലൊരു മീനിങ് ഉണ്ടെങ്കിലാണ് നമ്മൾ എല്ലാ സെന്റൻസ് കാണാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മീനിങ് ഉള്ള ഒരു സെന്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഈസി ആയിട്ട് മാർക്ക് ഗെയിൻ ചെയ്യാൻ സാധിക്കും. പിന്നെ കണ്ടക്ച്വൽ ക്വസ്റ്റ്യൻസ്, അതായത് പ്രാക്ടീസ് ആൻസറിങ് ക്വസ്റ്റ്യൻസ് ഓൺ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ സ്റ്റോറി. ഇപ്പോൾ സ്റ്റോറി റിലേറ്റഡ് എന്താണ് ആ റെലവൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, എന്താണോ അതിലെന്താണ് പറയണത് എന്നുള്ളത് അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് പോവാം. പിന്നെ സമ്മറി ആൻഡ് പാരഫ്രൈസിങ്, അതായത് സമ്മറി നമ്മൾ എഴുതിയിട്ട് ആ ഒരു സമ്മറി എന്താണെന്ന് നമുക്ക് മനസ്സിലാവണമല്ലോ. ആ സമ്മറി ഉപയോഗിച്ചാണ് നമ്മൾ പാരഗ്രാഫ് ആയിട്ട് എഴുതുന്നതിനാണ് ഈ പാരാഫ്രൈസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ ചാപ്റ്റേഴ്സും ബി ഏബിൾ ടു സമ്മറൈസ് ചാപ്റ്റേഴ്സ്, നമുക്ക് ഓരോ ചാപ്റ്ററും സമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. അതേപോലെ കീ പോയിന്റൊക്കെ ഒന്ന് പാരഗ്രാഫായി തരംതിരുത്തി എഴുതാനും നമ്മൾ അറിഞ്ഞിരിക്കണം. ഗ്രാമർ ആൻഡ് റൈറ്റിംഗ് സ്കിൽസ്, പിന്നുള്ളതാണ് നല്ലൊരു ഗ്രാമറൊക്കെ അറിഞ്ഞിരിക്കുക അല്ലെ. നോൺ ഫ്രേസ്, വെർബ് ഫ്രേസ് ആയാലും ഇപ്പൊ കോൺവെർസേഷൻ കംപ്ലീഷൻ ആയാലും ഇഫ് ക്ലോസ്, ഹാഡ് ബെറ്റർ, അങ്ങനെയുള്ള കുറച്ച് ഗ്രാമേഴ്സ് ഉണ്ടല്ലോ, ഫ്രേസിൽ വെർബ്സ്, അതൊക്കെ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. പിന്നെ റൈറ്റിംഗ് സ്കിൽസിൽ വന്നിട്ട് ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, ഡിസ്കോഴ്സ് ആണ്. അതായത് ലെറ്റർ, ഡയറി, അതേപോലെ എസ്സേ, റിവ്യൂ, റൈറ്റപ്പ് എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി നമുക്കൊരു ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് എന്ന് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും ഒരു എക്സാമ്പിൾ സ്റ്റഡിയോട് നമുക്ക് നോക്കാം. ഓതർ ആരായിരുന്നു, ഗബ്രിയേൽ ഗാർഷ്യ മാർക്യൂസ് ആയിരുന്നു അല്ലെ. ഇവിടെ തീം എന്താണ്, ഹ്യൂമാനിറ്റി, കമ്പാഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. അപ്പോൾ ഹ്യൂമാനിറ്റിയും അവരോടുള്ള ആ ഒരു കമ്പാഷനും അതുപോലെ അവർക്ക് കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഓൾഡ് മാൻ ഭയങ്കര ടയേർഡാണല്ലോ, അപ്പോൾ ആൾക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ നമുക്ക് ഇതിൽ പറയാം. അല്ലെങ്കിൽ മറ്റുള്ളവർ എങ്ങനെയാണ് ആളെ ട്രീറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് പറയാം. മെയിൻ ക്യാരക്ടർ ആരാണ്, ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് ആണ് അല്ലെ. കീ പോയിന്റ്സ് എന്തൊക്കെ പറയാനറിയോ, ഓൾഡ് മാൻസ് കണ്ടീഷൻ, ഡിക്രിപ്പിറ്റ്സ് വിങ്സ്, കണ്ടൻസ്. അതായത് നമുക്ക് എന്ത് പറയാം, ആളുടെ വിങ്സ്, ചിറകിനെ കുറിച്ചും അതേപോലെ എന്താണ് അവിടുത്തെ കണ്ടന്റിനെ കുറിച്ചും ഒക്കെ നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പെലായ ഫാമിലി ട്രീറ്റ്മെന്റ്. അപ്പൊ എങ്ങനെയാണ് പെലായന്റെ ഫാമിലി ട്രീറ്റ് ചെയ്തത്, അവർക്ക് ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു ഫിയർ ഉണ്ടായിരുന്നു, പിന്നെ അവരെന്ത് ചെയ്തു, ദെൻ ദേ ബിക്കം ഓക്കെ ട്ടോ. അങ്ങനെ നമുക്ക് എഴുതി കൊടുക്കാം. തീംസ് ഓഫ് ഹ്യൂമാനിറ്റി ആൻഡ് കമ്പാഷൻ, വില്ലേജേഴ്സ് വേഴ്സസ് റെയർ ആക്ട് ഓഫ് കൈൻഡ്നെസ്. അപ്പോൾ ഇവിടെ ചിലവർക്ക് ഹ്യൂമാനിറ്റി ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. മറ്റുള്ളവർ വന്നിട്ട് ഇയാളെ ഒരു എന്താ പറയാ, ഒരു സർക്കസ് ആനിമൽ പോലെയായിരുന്നു ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരു കീ പോയിന്റ്സ് നമുക്ക് എഴുതി കൊടുക്കാം. നമ്മുടെ പെലായോ, നമ്മുടെ എലിസന്റെ ചേച്ചി, ഇത് ഓൾഡ് മാൻ. പക്ഷെ ഓൾഡ് മാനിന് ഇവിടെ ഒരു കുഴപ്പമുണ്ട്, ആ വിങ്സ് ഞാൻ കൊടുത്ത് ഇപ്പൊ വൃത്തിയായി. ഇനി അടുത്താണ് ഗ്രാമർ ആൻഡ് റൈറ്റിംഗ് സ്കിൽ റോഡ് മാപ്പ്. ഇവിടെ നമ്മൾ പ്രാക്ടീസ് അല്ലേ. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എസ് എഴുതാൻ പഠിക്കാം, ലെറ്റർ എഴുതാൻ പഠിക്കാം, പിന്നെ കംപ്രഹെൻഷൻ പഠിക്കാം, അതുപോലെ പാരാഫ്രൈസിൽ നമുക്ക് എന്തൊന്നും കൂടി പറയാമെന്നറിയോ, സമ്മറിന്നും കൂടി പറയാം കേട്ടോ. സമ്മറിയും കൂടി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാരാഫ്രൈസിങ് ഈസി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് പ്രാക്ടീസ് ടിപ്സ് എന്തൊക്കെയാണ് നോക്കാം. പ്രാക്ടീസ് ഇൻക്ലൂഡിംഗ് ക്വസ്റ്റ്യൻ ഓഫ് തീംസ് ടു റൈറ്റേഴ്സ്, എഡിറ്റേഴ്സ്. ഓക്കെ, ലിറ്റററി തീംസ് ഒക്കെ അവിടെ ജസ്റ്റ് ഒരു ഇമേജ് കൊടുത്തേ ഉള്ളൂ കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, പ്രാക്ടീസ് ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, തീം ടു ദ റൈറ്റേഴ്സ്, അല്ലെങ്കിൽ ആ ചാപ്റ്ററിൽ എന്താണ് പറയണത്, ചാപ്റ്റർ കണ്ടന്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഇതാണ് ഇതിൽ പറയണത്. ഓക്കെ അല്ലേ.
അപ്പോൾ എല്ലാവർക്കും എക്സാം ഈസി ആയിട്ട് എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു.